ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വർക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ വർക്ക് കാണിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും. അപ്പോൾ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. ഇതുപോലെയുള്ള 3mm ഗ്രീൻ റൗണ്ട് ബീഡ്സ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ, ഗ്രീൻ കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ റെഡ് ആയതുകൊണ്ട് റെഡ് കളർ നോർമൽ സ്വിങ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. എത്ര ചെറിയ ബീഡ്സും ഈ നീഡിലൂടെ കോർത്തെടുക്കാൻ പറ്റി. അപ്പോൾ നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം പറയാമല്ലോ, ഇതാണ് കേട്ടോ നമ്മുടെ വർക്ക്. നെക്ക് റൗണ്ട് ഫുള്ള് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 12 ഇഞ്ചിൻ്റെ ഫ്രെയിം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നെക്ക് റൗണ്ട് ചെയ്തിരിക്കുന്നത്. ഒരു സ്ലീവും ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്ലീവാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെയാണ് വർക്ക് വരുന്നത്. ഇതുപോലെ നമുക്ക് ലീവ്സും സ്റ്റെംസൊക്കെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഫുള്ളും നമ്മളൊരു മാർക്ക് ചെയ്ത് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഇതുപോലെ ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് ചെയ്ത് പോരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ലെഫ്റ്റും റൈറ്റിലോട്ടാണ് കേട്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. 3 ലീഫ് വീതം ചെയ്തിട്ടുണ്ട്, 3 കട്ട് ബീഡ് വീതം 3 ലീഫ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് മിഡിലായിട്ട് ഒരു കട്ട് ബീഡും ഒരു റൗണ്ട് ബീഡും വരുന്ന രീതിയിൽ നെക്ക് റൗണ്ട് ഫുള്ളും ചെയ്തിട്ടുണ്ട്. ഒരു സ്ലീവും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ സ്ലീവ്. ഞാനൊരു നോർമൽ സ്റ്റിച്ച് കൊടുത്തേക്കാണ്. ഈ സ്റ്റിച്ച് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഫ്രെയിമിൽ വെച്ച് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. റൗണ്ട് നെക്കാണ്. നെക്ക് റൗണ്ട് ഫുള്ളും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ചെറിയ ചെറിയ ലീവ്സും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു നമ്മുടെ റൗണ്ട് ബീഡും ഒരു കട്ട് ബീഡും വെച്ച് ചെറിയൊരു ലീഫ് പോലെ ഇങ്ങനെയും ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ സ്ലീവ് ഉപയോഗിക്കുന്നത്. സ്ലീവിലും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ബോർഡർ ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ബീഡ്സും റൗണ്ട് ബീഡ്സും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വളരെ ഈസി ആയിട്ട് ഒരു 2 hours-ലോ 3 hours-ലോ അപ്പോൾ നമുക്ക് ബിഗിനേഴ്സ് ആണെങ്കിൽ കൂടി ഒരു ദിവസം കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.